ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ VN കീ ഫ്രെയിം ആഡ് ചെയ്ത് മാസ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താ ഈ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. ആദ്യം തന്നെ നമ്മൾ VN ഓപ്പൺ ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൽ സ്റ്റോറേജിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ 16:9 എന്ന റേഷ്യോയിലാണ് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അതിൽ നമ്മൾ ചെറിയൊരു ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ അതിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ട്രാവൽ എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എന്നിട്ട് അതിന് നമ്മൾ ബ്ലാക്ക് കളറിലാണ് കൊടുക്കുന്നത്, വൈറ്റിൽ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഫോണ്ട് കൊടുക്കുന്ന ഇന്റർ എന്നൊരു ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്ററിൽ എക്സ്ട്രാ ബോൾഡ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് അത്യാവശ്യം ഈ ഒരു റേഷ്യോയിൽ നടുക്ക് വരുന്ന രീതിയിൽ തന്നെ ഇച്ചിരി വലിപ്പം കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സേവ് ചെയ്യുകയാണ്, എക്സ്പോർട്ട് ചെയ്ത് ഹൈ ക്വാളിറ്റി 4Kയിലിട്ട് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു ചെറിയ വീണ്ടും തന്നെ ഓപ്പൺ ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റ്. അപ്പം നമ്മുടെ ഫോണിൽ എങ്ങാനും ചെറിയൊരു വീഡിയോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ എടുത്ത് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ ഒരു നെൽപ്പാടത്തോടെ നടന്നു പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് നമ്മൾ നേരെ ഇമ്പോർട്ട് ചെയ്യുന്നു VNലേക്ക്. സാധാരണ നമ്മൾ VNലെ വീഡിയോ എഡിറ്റ് ചെയ്യില്ലേ, അതിലേക്ക്. എന്നിട്ട് ഏറ്റവും നമ്മൾ ഇതിലേക്ക് ടോപ്പിൽ സൈസ് ഈ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിൽ നമ്മൾ ഒരു ചെറിയൊരു ഫിൽറ്റർ ചെയ്യുന്ന ബ്ലെൻഡ് ഫിൽറ്റർ ചെയ്തിടും. അപ്പോൾ അത് ഇങ്ങനെ വരും എന്തോ. എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതാ ഇതിൻ്റെ മറ്റേ ട്രാവലിന് എഴുതിയത് നമ്മുടെ പഴയ വീഡിയോയുടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ വീണ്ടും നമ്മൾ അതേ വീഡിയോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അത് ആദ്യം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നു. കീ ഫ്രെയിമിലെ ലെയർ മാസ്കിംഗ് ലെയർ ആണ് ആദ്യം യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മൂവ് ഓപ്ഷൻ പൊസിഷൻ ഒന്ന് മുകളിലേക്ക് ആക്കുവാണ്. മിഡിൽ ഭാഗം വരെ ഇത്രയും പൊക്കി ഒന്ന് വെക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയോ അല്ലെങ്കിൽ വീണ്ടും ഇതേ ക്ലിപ്പ് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ലെയർ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഇത് തന്നെ വരും. എന്നിട്ട് അതിൽ പറയുന്ന കീ ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് മാസ്ക് ചെയ്യേണ്ടതിൻ്റെ ഡൗൺ കൊടുത്താൽ മതി. ലെയറിൽ ഡൗൺ കൊടുക്കുക. പിന്നെ രണ്ടാമത് കൊടുക്കുന്ന ആഡ് കീ ഫ്രെയിമിൽ നേരെ ഈ ട്രാവലിന് എഴുതിയേക്കുന്ന നേരെ കീബോർഡ് മൂവ് ഓപ്ഷനിൽ ചെന്നിട്ട് അത്രയും ട്രാവലിന് എഴുതിയ വെള്ളഭാഗം മൊത്തം താഴത്തേക്ക് ആക്കി കൊടുക്കുക. ഇതുപോലെ കണ്ടില്ലേ, ഇത്രയും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി എങ്ങനെയാണ് മാസ്കിങ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് പല രീതിയിലും തിരമാല വരുന്നതൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ്. കണ്ടോ, ആദ്യം നമ്മൾ ഫുള്ളിൽ ട്രാവലിന് എഴുതി വന്നിട്ട് മുകളിലേക്കും താഴത്തേക്കും പോയി പിന്നീട് ആ വീഡിയോ വരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് വീഡിയോ ഇതാണ്. കുറച്ച് സ്ലോ മോഷൻ ഒക്കെ ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല വീഡിയോ ആണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ കമന്റുകളൊക്കെ എഴുതി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.